ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചേഴ്സ് കുറുബി. വന്നിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ, 6:45 സമയം. കുളി കഴിഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് ഓടിയിരുന്നു. അപ്പോൾ കിച്ചുമോട് വിളക്കെത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്നും തൊഴുതു. കിച്ചുമോട് വിളക്കെത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് അങ്ങനെ എണ്ണ പലഹാരം അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ പഴംപൊരി 3 പഴംപൊരി 3 പരിപ്പ് വടയും വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ. പിന്നെ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ലൈസ് വാങ്ങി, ഒരു തേങ്ങ വാങ്ങിപ്പോന്നു. പിന്നെ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താ, ചെറുപയർ, ഇതൊരു കടല മിഠായിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കടല, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വാങ്ങി വന്നു കേട്ടോ. രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഴം വാങ്ങിയത്. ചിലപ്പോൾ ചോറുണ്ടോ നോക്കട്ടെ. ചോറില്ല. അപ്പോൾ ചിലപ്പോൾ രാത്രി ഇത് ലൂക്കയ്ക്ക് കൊടുക്കാനുള്ള ചോറേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണത്, അത്തമോള് വഴുതനങ്ങ. ഇന്ന് രാവിലെ ഞാനിത് തന്നെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് ഗോതമ്പ് വെച്ചിട്ട് പുട്ടുണ്ടാക്കുവേ. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ ആർക്കും ഒന്നും വേണ്ടി വരില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കൂല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗോതമ്പ് വെച്ചിട്ട് കുറച്ച് പുട്ടുണ്ടാക്കും. മഴയാണ് കേട്ടോ, നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ഞാൻ വേസ്റ്റ് കൊടുന്നിട്ട് ചിച്ചുമോളെ വിളക്കെത്തിക്കലൊക്കെ കഴിഞ്ഞു. ചിച്ചുമോളെ, അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെ ഇരിക്കണേ? എനിക്ക് ഈ വറക്കേരിയിൽ ഇരുന്നാലുള്ളൂ ചായ കുടിച്ചാലൊരു സമാധാനം കിട്ടും. കാട് ഇവിടെ നിലത്തേക്ക് വെക്കാൻ വയ്യ, ഭയങ്കര തണുപ്പ് കാലൊക്കെ. ചായ കുടിക്കുകയാണ് ഗൈസ്. ഞാനിങ്ങനെ കപ്പ് കൊടുത്തന്നെ ചായ കുടിക്കണം കേട്ടോ. പിന്നെന്താണ്, പരിപ്പ് വട, കുഞ്ഞി പരിപ്പ് വടയാണ്. ഇത് കണ്ടപ്പോൾ നല്ല ക്രിസ്പായിട്ട് ഇരിക്കാണ്ട് വാങ്ങിയത്. ചെറിയ പരിപ്പ് വട, അതിന് 10 രൂപ. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ചായ കുടിക്കാം. ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. കേൾക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ വോയിസ് ഇടുന്നു കേട്ടോ. ഓൺ വോയിസ് ആയിട്ട് തന്നെ പറയണത്. അപ്പോൾ ഞാൻ പഴംപൊരി വാങ്ങിച്ചു. പക്ഷെ അവിടെ നല്ല ചൂട് പഴംപൊരിയാണ്. ഇപ്പം തണുത്തു. കുഴപ്പമില്ല. ഇത് നമ്മൾ എന്ന് വാങ്ങിച്ച് കഴിച്ചാത്തോ നല്ലതല്ല, എപ്പോഴെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ക്ലാസ് ഓഫാക്കിയാണ്. കണ്ടുപോയി ഗൈസ്. ചായ വയ്ക്കാത്ത ഞാൻ നിർത്തുമ്പോൾ ആക്കിയാൽ മതി. വെള്ളം കഴിക്കാൻ പോകും. ഹലോ ഗൈസ്, ഞാനേ സത്യം പറഞ്ഞാൽ പുട്ടുണ്ടാക്കണം എന്നാണ് വിചാരിച്ച്. അല്ലെങ്കിൽ ചെറുപയർ വെറുതെ വേവിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെറുപയർ ചോറ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതൊന്ന് കഴുകി അടുപ്പത്തേക്ക് ഇട്ടോ.
എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ആ കറണ്ട് പോയാൽ കാണിക്കുന്ന ലാമ്പൊന്ന് ഞാൻ ഇവിടെ ഓഫാക്കി ഒന്ന് കത്തിക്കണേ. നമ്മൾ മീഷോന്ന് ഒരു ലാമ്പ് കേട്ടോ, ടേബിൾ ലാമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വെട്ടം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി കറണ്ട് എങ്ങാനും പോയാലേ പഠിക്കാൻ വേണ്ടിയിട്ട് അത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റൂലേ. മീഡിയം ഫുൾ എങ്ങനെ ഓക്കെ. വലിയ റേറ്റും ഇല്ല, 200 രൂപയുള്ളൂ. 208 രൂപയാണ് അതിന് റേറ്റ് എന്ന് പറയണേ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ചാർജ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു കേബിളും ഉണ്ട് കേട്ടോ അതിന് നമുക്ക്. ഓക്കേ, ഗൈസ്. അപ്പോൾ നമ്മളെ കുക്കറിൽ തൊട്ട ചൂട് ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നോക്കാം കേട്ടോ. ചെറുപയർ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിടില്ല ഗൈസ്. ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കണതാണ് ഇഷ്ടം. ഓക്കെ, ആ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ ചൂടാറാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഇതാണ്. ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കട്ടെ കേട്ടോ. കുറച്ച് ദിവസമായി ഇവിടെയൊക്കെ അതുകൊണ്ട് മാറാലൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ലെവലാക്കട്ടെ. ഇവിടെ ഹേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ചെയ്യാറുണ്ട്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അപ്പം ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴുകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇത് നട്ടപ്പാതിരയ്ക്കായിപ്പോയി വീടൊക്കെ വൃത്തിയാക്കണം കേട്ടോ. അതെല്ലാം സത്യം പറഞ്ഞ സമയമല്ലേ. കാരണം നമുക്കൊരു ഞായറാഴ്ചയാണ് ഒഴിവുണ്ടാവുക. അതല്ലാതെ നമ്മൾ രാവിലെ ഡെയിലി നമ്മൾ എന്തായാലും ഒരു വീട് രാവിലെ അടിച്ചു വാരലും തുടയ്ക്കലും അതുണ്ടല്ലോ. നമ്മൾ പോകാനാകുമ്പോഴത്തേക്കൊരു എല്ലാം ഒരു ധൃതി പിടിച്ചിട്ടൊക്കെ ചെയ്ത് പോകണുണ്ടല്ലോ. പക്ഷെ അതല്ലാതെ നമുക്കൊരു ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലങ്ങനെ ഒഴിഞ്ഞു നിൽക്കണമല്ലോ. അപ്പം ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച ലീവാണ്. പക്ഷെ അന്ന് എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കിച്ചുമോളെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു സമയമാവും, ഉച്ചയ്ക്കാവും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം, വീണ്ടും പാത്രം കഴുകണേ, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ വീണ്ടും വൈകുന്നേരം ആവണം. നമ്മളെ കാത്ത സമയം അങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പോൾ അന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ മാറാലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ മക്കൾ കഴിക്കലും കൂടെ കഴിഞ്ഞാൽ പാത്രം കഴുകാനാണ്. ഞാൻ ഓർത്ത് ഏതായാലും കുറച്ച് നേരം ഇരിക്കുകയാണ്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെയാണ് എൻ്റെ സമയവും പോണത്. വന്നു കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പം ഞാൻ ഓർത്തൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. പകരം ഏതായാലും വർക്ക് ഏരിയ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു സൺഡേ ഞാൻ ജനലൊക്കെ ഒന്ന് എല്ലായിടവും മാറാലൊക്കെ ഉള്ളത് പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും അന്നത്തേക്ക് ഈ ഒരു വർക്ക് ഏരിയ ചെയ്യണ്ടല്ലോ. ഒന്ന് തുടയ്ക്കുന്ന കൂട്ടത്തിൽ തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെയുള്ള മാറാലയൊക്കെ ഒന്ന് തട്ടിയിട്ട് പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്നൊക്കെ ഒതുക്കി വെക്കിട്ടിട്ട് ആ എല്ലാം കൂടെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പാത്രം കഴിയത് ഇവിടെ കൊടുത്തുകൊണ്ട് കമഴ്ത്തി വെക്കും. പക്ഷെ ഒരു ഒതുക്കമിക്ക് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല ഒതുങ്ങി നിൽക്കണതാണ് എപ്പോഴും ഇഷ്ടം. എല്ലാവരും അങ്ങനെ തന്നെയാവില്ലേ. അപ്പോൾ മാക്സിമം ഞാൻ രാവിലെ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ ഞാൻ ചായ കുടിക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ള ജോലികളൊക്കെ കണ്ട് ക്ലീനായിട്ട് ചെയ്ത് വെക്കും. പറയുമ്പോൾ ആരും ചോദിക്കാനും പറയാനൊന്നും നമ്മളില്ല, എന്താ നീ അത് ചെയ്യാത്തത് അങ്ങനത്തതൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലി ആരെയും ബോധ്യപ്പെടുത്താനല്ലല്ലോ, നമുക്കൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ചെയ്തെങ്കിൽ തന്നെ ഒരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയാണെന്ന് നോക്കണ്ടല്ലേ നമ്മളെ വീട്. ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും വാടക വീട് ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കണോ. നമ്മൾ നിൽക്കുന്നത് വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും നമ്മൾ നിൽക്കണതോ നമ്മുടെ തന്നെയാണ് അല്ലേ അത്. അപ്പോൾ അത്രത്തോളം അത് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ ഒരു വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതേപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ വന്ന സമയത്തൊക്കെ വേനൽ സമയം ആയതുകൊണ്ട് തന്നെ നല്ല പുല്ലുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് പറിച്ചാൽ കിട്ടണം അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോയി ആ പുല്ല്, കാരണം അത്രയും വലുതായി. അപ്പോൾ വീട്ടിൽ ഡെയിലി നിൽക്കുകയാണെങ്കിൽ നമ്മളെന്നും മുറ്റടിച്ച് വരുന്ന കൂട്ടത്തിൽ 1-2 അങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അതിന് പറ്റാത്ത അവസ്ഥയായി. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പുല്ലൊന്നും കൂടെ നല്ല വലുതായി വന്നല്ലോ.
അപ്പോൾ ഇനിയിപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്നോട് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വ്ളോഗ് ചെയ്യുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓഫീസിൽ ഇപ്പോൾ എന്താ വ്ളോഗ് ചെയ്യണേ, അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും അങ്ങനെ കാണിക്കാനൊന്നുമില്ലല്ലോ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോണ ഒരു സ്ഥാപനമല്ലേ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കാണിച്ചു. മറ്റു സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് റോഡ് തന്നെയാണ്, മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെയാണ് നമ്മുടെ ഓഫീസ് കേട്ടോ. അപ്പോൾ റോഡ് അവിടെ വണ്ടി പോണത്, പിന്നെ മലബാർ ഗോൾഡൊക്കെയാണ് നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റുക. പിന്നെ മലബാർ ഗോൾഡ് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞതാ വീണ്ടും നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ബാക്കി കാര്യം കൂടെ തന്നെയാണ് കാണിക്കണത്. പിന്നെ വേറെ ആരോ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഞാൻ തോന്നുന്നു എനിക്ക് എൻ്റെ വീട്ടിലെ ഡെയിലി ക്ലീനിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുക്കിങ്ങിൻ്റെ ഭാഗത്ത് കൂടെ അതൊക്കെ തന്നെയാണ് അധികം കാണിക്കണത് തോന്നുന്നത്. എപ്പോഴും അതന്നെ കാണിക്കുമ്പോൾ ഒരു ബോറായി പോകുമല്ലോ അല്ലേ. പിന്നെ ഈ ഒരു വർക്ക് ഏരിയയിലാണ് കുട്ടികൾ കണ്ണാടി മേക്കപ്പിൻ്റെ ഒക്കെ കൊണ്ടുവന്ന് വെക്കണത്. എന്താണെന്ന് വെച്ചാൽ അകത്തൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ രാവിലേക്ക്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല വെളിച്ചമുണ്ട്, ഗ്രില്ലാവുമ്പോൾ എപ്പോഴും കറണ്ട് ഇല്ലെങ്കിൽ നല്ല വെളിച്ചമാണ്. അപ്പോൾ ഇവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെയൊന്നും ശരിക്കും ഒതുക്കി വെക്കട്ടെ. രാവിലെ ഇവരിങ്ങനെ ഒരുങ്ങാടുത്തതിന് ശേഷം എല്ലാം അങ്ങോട്ട് എന്താ പറയുക ഡിസോർഡറായിട്ടൊക്കെ ഒന്ന് വെക്കുക. ചിലപ്പോൾ ചീർപ്പ് അവിടെ മറ്റേത് ഇവിടെ എല്ലാം അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അവിടെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ ഈ പെൻസിലൊക്കെ ഇങ്ങനെ അതായത് ഹൈബ്രോ ഇങ്ങനെ പെൻസിലൊക്കെ കൂർപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതവിടെ നിന്നൊക്കെ മാറ്റി ആ പേപ്പറുകളും മാറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ രാത്രിയാണെന്ന് നോക്കണ്ട, നമ്മളെപ്പോഴാണോ ഫ്രീ ആയിട്ട് നിൽക്കണം അപ്പോൾ ചെയ്യുക, ഞാനങ്ങനെ വിചാരിക്കുക. അപ്പം പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കിയാൽ മതിയല്ലോ. ഈ ഒരു ഭാഗത്തുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി, ഇടയ്ക്ക് നമ്മൾ പേപ്പറൊക്കെ വെച്ച് കൊടുക്കണത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ, ഇനി വീണ്ടും ഒന്നും കൂടെ കുളിക്കേണ്ടി വരും, കാരണം നല്ല പൊടിയുണ്ട്. 2-3 പ്രാവശ്യം ഒന്ന് തുമ്മിയിട്ട് നന്നായിട്ട് പൊടിയുണ്ട്. അപ്പോൾ ഇനി ഈ താഴെ ഭാഗത്തുള്ള ഇവിടെയും കൂടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതാ വർക്ക് ഏരിയയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടു കേട്ടോ ഞാൻ. അപ്പോൾ ഗൈസ് എല്ലാ പരിപാടികളും കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ക്ലീൻ ചെയ്തപ്പോഴേ മേലെ ഈ കഴിഞ്ഞാണ് ക്ലീൻ ചെയ്ത്, പക്ഷെ ആകെ എന്താ പറയുക പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ആയി പിന്നെ ഒന്നും കൂടെ പോയി മേലൊക്കെ കഴുകി. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ എന്താ കിച്ചൺ മോളും വന്നിട്ട് ഞങ്ങൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.